ഇത് കണ്ടോ, ഞാൻ സ്കൂളിൽ പോകാനുള്ള വഴി ഇതാ. നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളും പൂക്കളും മരങ്ങളും, അങ്ങനെ എന്ത് രസമാണെന്നോ. ഇവിടെ എനിക്ക് ഒരുപാട് അമ്മമാരും കൂട്ടുകാരും കുഞ്ഞണിയന്മാരും ചേച്ചിമാരും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതാണ് എൻ്റെ സ്കൂൾ, സെന്റ് തോമസ് നഴ്സറി സ്കൂൾ. കളിയും ചിരിയും ഇച്ചിരി കുട്ടി കയറുമ്പോൾ ഒത്തിരി അറിവും എല്ലാം എനിക്ക് ഇവിടുന്ന് കിട്ടുന്നേ. ഇതാണ് എൻ്റെ പ്രിൻസിപ്പൽ അമ്മ. എന്തൊരു സ്നേഹമെന്നറിയോ ഞങ്ങളോട് എല്ലാവരോടും. ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഞങ്ങൾ ടീച്ചറെന്ന് വിളിക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കുഞ്ഞു കൂടാരമാണ് ഈ വിദ്യാലയം. Speranza 2K25. Feel the sparks come alive. Together we will thrive in this world of endless drive. ഈ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന DST പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ആഗ്നറ്റ് DST, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവ്, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ആശംസകൾ അർപ്പിക്കുന്ന പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK ശശികുമാർ, പാലമ്പ്ര ഗത്സമേൻ പള്ളി വികാരി റവറൻ ഫാദർ ഡോക്ടർ ജിയോ കണ്ണൻകുളം CMI, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു മോഹനൻ, കാരികുളം ഫാത്തിമ മാതാ പള്ളി വികാരി റവറൻ ഫാദർ ജോസ് കാരിമറ്റം, പാലമ്പ്ര അസംഷൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ഷിനോജ് ജോസഫ്, സെന്റ് തോമസ് നഴ്സറി സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ സ്മിത DST, നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ തോമസ് കുട്ടി ജോസ്, സ്വാഗതം ആശംസിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ സിജോ സക്കറിയ മുളപ്പറമ്പിൽ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹ അധ്യാപകരെ, പ്രിയ മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, പാലമ്പ്രയുടെ അക്ഷരഭൂമികയിൽ 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഡോട്ടേഴ്സ് ഓഫ് സെന്റ് തോമസ് മിഷണറി സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സെന്റ് തോമസ് നഴ്സറി സ്കൂൾ 1975 കാരികുളത്തു നിന്നും അതിൻ്റെ പ്രയാണം ആരംഭിച്ചു. അന്ന് അവിടെ സന്നിഹിതരായിരുന്ന കുഞ്ഞുമക്കളിൽ അക്ഷര വെളിച്ചം തെളിച്ചുകൊണ്ട് റവറൻ സിസ്റ്റർ തെരേസ് DST സെന്റ് തോമസ് നഴ്സറി സ്കൂളിൻ്റെ പടിവാതിൽ കുരുന്നുകൾക്കായി തുറന്നുകൊടുത്തു. ഈ 50 വർഷക്കാലം സെന്റ് തോമസ് നഴ്സറി സ്കൂളിനെ നയിച്ചുകൊണ്ടിരുന്ന സ്കൂൾ മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽസ്, അധ്യാപകർ, അനധ്യാപകർ തുടങ്ങിയ ഏവരെയും ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകി അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പങ്കുവച്ച് മലമുകളിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ, പീഠത്തിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ഉയർന്നു പ്രശോഭിക്കുന്ന സെന്റ് തോമസ് നഴ്സറി സ്കൂൾ അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ സമ്പന്നമായ ഒരു ചരിത്രത്തിലേക്ക് ഈ നല്ല ദിനങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അതിൻ്റെ ഭാവിയെപ്പറ്റി ആകുലചിത്തരാവുകയും ഇന്നത്തെ മത്സര യുഗത്തിൽ
എവിടെ ഏത് വിദ്യാഭ്യാസമാണ് തൻ്റെ അരുമകൾക്ക് ലഭിക്കേണ്ടത് എന്ന ചിന്തയാൽ അലട്ടപ്പെടുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഒരു ഉത്തരമാണ് സെൻറ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ. പഠന പ്രക്രിയയ്ക്ക് വേറിട്ട അനുഭവങ്ങൾ പകർന്നുകൊണ്ട് പാലമ്പ്രയുടെ വെളിച്ചമായി നമ്മുടെ വിദ്യാലയം തിളങ്ങി നിൽക്കുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയത്തിൻ്റെ പടവുകൾ ഓരോന്നായി കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമ്മുടെ നഴ്സറി സ്കൂളിൻ്റെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ ജൂൺ 5-ാം തീയതി ആരംഭിച്ചു. അജ്ഞതയുടെ അന്ധകാരത്തിൽ വിദ്യയുടെ വിളക്ക് തെളിക്കുന്ന പ്രവേശനോത്സവം കുരുന്നുകൾക്ക് ആഹ്ലാദമുണർത്തുന്ന ആവേശമുണർത്തുന്ന നിമിഷങ്ങളായിരുന്നു. രാവിലെ 10-ന് ഗത്സമേനി പള്ളി വികാരി റവറൻ ഡോക്ടർ ജിയോ കണ്ണൻകുളം CMI സ്കൂളിൽ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് ശിരസിൽ സുവർണ നക്ഷത്ര കിരീടമണിയിച്ചും സമ്മാനങ്ങൾ നൽകിയും കുഞ്ഞോമനകളെ നഴ്സറിയിലേക്ക് സ്വീകരിച്ചു. കുരുന്നുകൾ ആദ്യമായി അക്ഷരപ്പൂക്കളെ അവരുടെ മനസ്സിൽ വിരിയിച്ചപ്പോൾ സ്വർണത്തോടൊപ്പം സുഗന്ധം ചേർത്താൽ എന്ന പോലെ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മാതാപിതാക്കളുടെ സാന്നിധ്യം ഏറെ സന്തോഷമുളവാക്കി. എല്ലാ ദിവസവും രാവിലെ 9:45 ആരംഭിച്ച് 3 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഠനത്തിൽ എന്ന പോലെ കലാകായിക രംഗത്തും മികവ് പുലർത്തുന്ന മിടുക്കന്മാരും മിടുക്കികളുമായി 40 കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. സംസ്ഥാനത്ത് ഉന്നത നിലവാരമുള്ള മറ്റെല്ലാ സ്കൂളുകൾക്കും ഒപ്പം നിൽക്കുന്ന PCM പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങൾക്കൊപ്പം ഹിന്ദി ഭാഷയുടെ ബാലപാഠങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നു. അക്ഷരങ്ങളിലൂടെ മാത്രമല്ല, കഥകളിലൂടെയും നടന കലകളിലൂടെയുമെല്ലാം കുട്ടികളുടെ നൈസർഗിക വാസനകൾ തട്ടിയുണർത്തി വികസിപ്പിച്ചെടുക്കുന്നതിൽ അധ്യാപകർ ദത്തശ്രദ്ധരാണ്. പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ക്ലാസ് ടെസ്റ്റുകളും ടേമിലി പരീക്ഷകളും കൃത്യമായി നടത്തിവരുന്നു. കൂടാതെ ഓരോ മാസവും ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി സംഘടിപ്പിച്ച് അതിൽ കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളെയും പങ്കെടുപ്പിക്കുന്നു. 21/6/2024 ചേർന്ന PTA പൊതുയോഗത്തിൽ PTA ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ സിജോ സക്കറിയ മുളപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റായി ശ്രീമതി നീനാമോൾ ബേബി, കമ്മിറ്റി അംഗങ്ങളായി ക്രിസ്റ്റീന ജോസഫ്, തോമസ് ജോസഫ്, മാത്യു ജോസ്, സുനിൽ വർഗീസ്, ഷബീർ KK, അരണ്യ V കുരുമുള, ഷെബിന ഹമീൻ, സുനിത സരുൺ, ജസ്ന കുര്യൻ, ഷംല അഫ്സൽ എന്നിവരെയും തിരഞ്ഞെടുത്തു. വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന PTA നമ്മുടെ സ്കൂളിൻ്റെ അഭിമാനമാണ്. കുട്ടികളുടെ പഠനത്തോടൊപ്പം സ്വഭാവ രൂപീകരണത്തിലും പക്വമായ വ്യക്തിത്വമുള്ളവരായി അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും ഞങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്നു. ശ്രീമതി അജിത സുധാകരൻ്റെ ശിക്ഷണത്തിൽ ജൂലൈ മാസം മുതൽ നൃത്ത പരിശീലനവും നടത്തിവരുന്നു. ദിനാചരണങ്ങൾ. ജന്മദിനാഘോഷം. ആഘോഷങ്ങളിൽ നമുക്കേറെ പ്രിയപ്പെട്ടത് നമ്മുടെ ജന്മദിനം തന്നെയാണ്. ഓരോ ജന്മദിനവും നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത നല്ല ഓർമ്മകളും അനുഭവങ്ങളുമാണ്. നമ്മുടെ സ്കൂളിലെ ഓരോ കുഞ്ഞിൻ്റെയും ജന്മദിനം സമുചിതമായി ആഘോഷിച്ചുകൊണ്ട് കുരുന്നുകൾക്കൊപ്പം അവരുടെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ദുഃഖ്രാന തിരുനാൾ. സെൻറ് തോമസ് നഴ്സറി സ്കൂളിൻ്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമാസ് ലീഹായുടെ തിരുനാൾ നമ്മുടെ സ്ഥാപനത്തിലും സമുചിതമായി ആഘോഷിക്കുന്നു. കുട്ടികൾക്ക് സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ സ്മിത DST മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. സുവർണ ജൂബിലി ഉദ്ഘാടനം. 2024 ജൂലൈ 2-ന് സെൻറ് തോമസ് നഴ്സറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ബഹുമാനപ്പെട്ട ഷിനോജ് സാറിൻ്റെ അധ്യക്ഷതയിൽ DST സാൻതോം പ്രൊവിൻസ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ജ്യോതി മരിയ ഉദ്ഘാടനം ചെയ്തു. ജൂബിലി ദീപം തെളിയിച്ച് റവറൻ ഡോക്ടർ ജിയോ കണ്ണൻകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ജൂബിലി കേക്കിൻ്റെ മധുരം ആസ്വദിച്ചതോടൊപ്പം കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും വർണ്ണശബളമായ വിവിധ കലാപരിപാടികളും ജൂബിലി ഉദ്ഘാടനത്തിന് നിറപ്പകിട്ടേകി. തുടർന്ന് വിതരണം ചെയ്ത 50 ഔഷധ തൈകൾ ഓരോ കുരുന്നുകരങ്ങളും ഏറ്റുവാങ്ങിയത് നിറഞ്ഞ സന്തോഷത്തോടെയും തികഞ്ഞ പ്രതീക്ഷകളോടെയുമായിരുന്നു. ദീപിക കളർ ഇന്ത്യ കോമ്പറ്റീഷൻ. ഓഗസ്റ്റ് 12-ാം തീയതി ദീപിക കളർ ഇന്ത്യ മത്സരം സ്കൂളിൽ നടന്നു. 29 കുട്ടികൾ മത്സരത്തിൽ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. സാവിയോ സുനിൽ സ്കൂൾ വിന്നറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കളേഴ്സ് ഡേ. മഴവില്ലിൻ്റെ 7 നിറങ്ങൾ ആർക്കാണ് ഇഷ്ടമാവാത്തത്? വ്യത്യസ്ത നിറങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 13-ാം തീയതി കളേഴ്സ് ഡേ ആയി ആഘോഷിച്ചു. അന്നേ ദിവസം കുട്ടികൾ അവർക്കിഷ്ടമുള്ള കളർ ഡ്രസ്സുകൾ ധരിച്ച് സ്വയം പരിചയപ്പെടുത്തി. സ്കൂൾ അങ്കണം പലവിധ വർണ്ണങ്ങളാലും ബലൂണുകളാലും പൂക്കളാലും അലങ്കരിക്കപ്പെട്ട് കളേഴ്സ് ഡേ കളർഫുള്ളാക്കി. സ്വാതന്ത്ര്യദിനം. ഓഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും അഭിമാനവും വീണ്ടും ഉണർത്തുന്ന ഒരു സുദിനമാണ്. ഈ ദിവസം നാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നന്ദിയോടെ ഓർക്കുകയും അവരുടെ ത്യാഗങ്ങളെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുകയും ചെയ്യുന്നു. അധ്യാപകരോടൊപ്പം കുഞ്ഞുങ്ങളും ഒത്തൊരുമിച്ച് പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും അഭിമാനവും ഉയർത്തിക്കാണിക്കുന്ന വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും സ്വാതന്ത്ര്യദിനം ഉചിതമായി ആഘോഷിച്ചു. അധ്യാപക ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്കൂളിലെ കുട്ടികൾ അവരുടെ അധ്യാപകരെ ആദരിക്കുന്ന ദിനം. അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് ഓടിയെത്തുന്ന കുഞ്ഞു ശലഭങ്ങളെ പറക്കാൻ പഠിപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന ദിനം. കുഞ്ഞു ഹൃദയങ്ങളിലെ സ്നേഹമലരുകൾ സമ്മാനങ്ങളാക്കി മാറ്റി അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് നൽകിയും അറിവ് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയ അധ്യാപകരെ പോലെ വേഷം ധരിച്ച് തങ്ങളുടെ കൂട്ടുകാർക്ക് മുമ്പിൽ മികച്ച കുട്ടി അധ്യാപകരായി മാറി തങ്ങളുടെ മികവ് തെളിയിക്കാനും ഈ അധ്യാപക ദിനത്തിൽ അവർക്ക് സാധിച്ചു. വിവിധ കലാപരിപാടികൾ തങ്ങളുടെ പ്രിയ ഗുരുഭൂതർക്കായി അവതരിപ്പിച്ചുകൊണ്ട് ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു അധ്യാപക ദിനം സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ അധ്യാപക ദിന ആഘോഷം സമാപിച്ചത്. ഓണാഘോഷം. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണം സെൻറ് തോമസ് നഴ്സറി സ്കൂളിലും വർണ്ണശബളമായ വിവിധ പരിപാടികളോടെ നടത്തപ്പെട്ടു. വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു മോഹനൻ്റെ അധ്യക്ഷതയിൽ PTA അംഗങ്ങളും കുട്ടികളും അധ്യാപകരും സെപ്റ്റംബർ 13-ന് പാലമ്പ്ര അഭയഭവനിലെത്തുകയും അവരോടൊപ്പം ഓണം ആഘോഷിക്കുകയും ചെയ്തു. അത്തപ്പൂക്കളമിട്ട് ഓണപ്പായസം വിതരണം ചെയ്ത് അഭയഭവനിലെ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും മനസ്സുകളിൽ ഓണാഘോഷത്തെ ഓർത്തെടുക്കാനും സന്തോഷത്തിൻ്റെ മധുര നിമിഷങ്ങൾ അവരോടൊപ്പം പങ്കിടാനും ഇത് സഹായകമായി. തുടർന്ന് സെൻറ് തോമസ് നഴ്സറി സ്കൂളിൽ PTA നേതൃത്വത്തിൽ മനോഹരമായ പൂക്കളമിടുകയും കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. എല്ലാവർക്കും സമ്മാനങ്ങളും ഓണപ്പായസവും നൽകി ഓണാഘോഷം ഗംഭീരമാക്കി. ഫുഡ് ഫെസ്റ്റ്. ആരോഗ്യകരമായ ഭക്ഷണശീലം ചെറുപ്പത്തിലേ വളർത്തിയെടുക്കേണ്ടത് ഓരോ കുട്ടിയുടെയും ശാരീരിക മാനസിക വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇൻസ്റ്റൻറ്റ് ഫുഡിൻ്റെയും ജങ്ക് ഫുഡുകളുടെയും പിന്നാലെ പരക്കം പായുന്ന ഇളം തലമുറയ്ക്ക് സ്വന്തം വീടുകളിൽ അമ്മമാർ ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിൻ്റെ മഹനീയതയും ഗുണമേന്മയും തിരിച്ചറിയാൻ കഴിയണം. ഈ ലക്ഷ്യത്തോടെയും ഒപ്പം കുരുന്നു കൈകളെ പാചകകലയുടെ ആദ്യ പാഠങ്ങളിലൂടെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒക്ടോബർ 5-ന് ഫുഡ് ഫെസ്റ്റ് ആഘോഷിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം നമ്മുടെ കുഞ്ഞുമക്കളും ഒത്തുചേർന്നുണ്ടാക്കിയ നാനാതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും വിവിധ പാനീയങ്ങളും അവർ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചു. റവറൻഡ് ഫാദർ ജെയിംസ് ചേർത്തയിൽ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയും പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിന്ധു മോഹനൻ
ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ സ്മിത തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഭക്ഷണപദാർത്ഥങ്ങൾ ഏവരും രുചിച്ച് ആസ്വദിക്കുകയും കുട്ടികളെയും മാതാപിതാക്കളെയും അതിനായി അവരെ നയിച്ച അധ്യാപകരെയും അനുമോദിക്കുകയും ചെയ്തു. DCL IQ സ്കോളർഷിപ്പ് എക്സാം. ഒക്ടോബർ 18-ാം തീയതി ദീപിക IQ സ്കോളർഷിപ്പ് എക്സാം നമ്മുടെ സ്കൂളിൽ വെച്ച് നടന്നു. 29 കുട്ടികൾ എക്സാമിനേഷനിൽ പങ്കെടുത്തു. പങ്കെടുത്ത എല്ലാ കുട്ടികളും സർട്ടിഫിക്കറ്റും മെഡലും കരസ്ഥമാക്കുകയും LKGയിലെ മുഹമ്മദ് ഐസാം ക്യാഷ് അവാർഡിന് അർഹനാവുകയും ചെയ്തു. സ്പെല്ലിംഗ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ. UKG ക്ലാസ്സിലെ കുട്ടികൾക്കായി ഒക്ടോബർ 25-ന് പാലമ്പ്ര സെൻറ്റ് ജോസഫ്സ് നഴ്സറി സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ട ഇംഗ്ലീഷ് സ്പെല്ലിംഗ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളായ ഐവിൻ മാത്യു മേഴ്സൺ 1-ാം സ്ഥാനവും സാവിയോ സുനിൽ 2-ാം സ്ഥാനവും ആൻഡോ ഷാജി 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. LKG UKG കുട്ടികൾക്കായി നമ്മുടെ നഴ്സറിയിൽ വെച്ച് നടത്തപ്പെട്ട സ്പെല്ലിംഗ് റൈറ്റ് കോമ്പറ്റീഷനിൽ വിജയികളായ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ. പേരൻസ് ഡേ സെലിബ്രേഷൻ. മാതാപിതാക്കളെ ഉചിതമായ രീതിയിൽ ആദരിക്കുക എന്നത് അവർ അർഹിക്കുന്ന ഒരു അംഗീകാരമാണ്. ഓരോ കുഞ്ഞിൻ്റെയും അടിസ്ഥാനമായ ആവശ്യം സ്നേഹമാണ്. അത് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാറ്റി നിർത്തി മികച്ച വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ ഓരോ മാതാപിതാക്കളും പരിശ്രമിക്കുന്നുണ്ട്. ഒക്ടോബർ 30 പേരൻസ് ഡേ ആയി ബഹുമാനപ്പെട്ട അധ്യാപകരുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. അന്നേ ദിവസം എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ ജോലികൾ മാറ്റിവെച്ച് സന്നിഹിതരായിരുന്ന ആ സുദിനത്തിൽ അസംഷൻ ഹൈസ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജിയോ കണ്ണൻകുളം കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഏറെ ഹൃദ്യമായ സന്ദേശം നൽകി. തുടർന്ന് കുട്ടികൾ മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും തങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പമുള്ള ഫോട്ടോകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് സ്കൂൾ മാനേജരും അധ്യാപകരുമൊപ്പം മാതാപിതാക്കൾക്ക് സ്നേഹസമ്മാനങ്ങളും സ്നേഹവിരുന്നും നൽകി. പേരൻസ് ഡേ ആഘോഷം സെൻറ് തോമസിൻ്റെ ചരിത്രത്തിൽ വേറിട്ട ഒരു അനുഭവമായിരുന്നു. ശിശുദിനം. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നു. ശിശുദിന ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ പര്യാപ്തമായിരുന്നു കുരുന്നുകളുടെ ആകർഷകമായ റാലി. സെൻറ് തോമസിലെ എല്ലാ കുഞ്ഞുങ്ങളും രാഷ്ട്ര നേതാക്കളുടെയും മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും വേഷമണിഞ്ഞ് പാലമ്പ്ര അസംഷൻ സ്കൂളിലെ കുട്ടികൾക്കൊപ്പം നടത്തിയ റാലി ഏറെ ആവേശം നൽകുന്നതായിരുന്നു. റാലിക്ക് ശേഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ മീറ്റിങ്ങിൽ നമ്മുടെ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വിനോദയാത്ര. പഠനം കൂടുതൽ ആസ്വാദ്യകരവും സന്തോഷകരവുമാക്കാൻ പര്യാപ്തമായിരുന്നു കുട്ടികൾ മാതാപിതാക്കളോടും അധ്യാപകരോടും ചേർന്ന് നവംബർ 28-ന് ഏറ്റുമാനൂർ പ്ലേ വേൾഡ് പാർക്കിലേക്ക് നടത്തിയ വിനോദയാത്ര. പാഠപുസ്തകങ്ങൾ മാറ്റിവെച്ച് ഓടിയും ചാടിയും വെള്ളത്തിൽ നീന്തിക്കളിച്ചും കുട്ടികൾ ഒരു ദിവസം നന്നായി ആഘോഷിച്ചു. ക്രിസ്മസ് ആഘോഷം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ 19-ന് കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും ചേർന്ന് ആഘോഷിച്ചു. കാര്യകുളം ഫാത്തിമ മാതാ പള്ളി വികാരി റവറൻഡ് ഫാദർ ജോസ് കാര്യമറ്റം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. കുട്ടികളും അധ്യാപകരും ചേർന്ന് മനോഹരമായ പുൽക്കൂടൊരുക്കി. ക്രിസ്മസ് കരോളും കലാപരിപാടികളും അവതരിപ്പിച്ചു. കുട്ടികൾ പരസ്പരം ഉണ്ണിക്കുറിയെടുത്തും സമ്മാനങ്ങൾ കൈമാറിയും ക്രിസ്മസ് ആഘോഷം നയനമനോഹരമാക്കി. PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ വകയായി ക്രിസ്മസ് കേക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. പെരുവന്താനം സെൻറ്റ് ആൻ്റണീസ് കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓൺലൈൻ കരോൾ ഗാന മത്സരം ബോൺ നഥാലയിൽ നമ്മുടെ നഴ്സറി സ്കൂളിലെ കുട്ടികൾ ക്യാഷ് അവാർഡോടെ 2-ാം സ്ഥാനം കരസ്ഥമാക്കി. മികച്ച വിജയം കൈവരിച്ച കുട്ടികളെയും അതിനായി പരിശീലിപ്പിച്ച അധ്യാപകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇൻസ്പിരോ 2K25.
2025 ജനുവരി 16 കുട്ടികൾക്കായി ഒരു എക്സിബിഷൻ സംഘടിപ്പിച്ചു. കുട്ടികൾ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹായത്തോടെ നടത്തിയ ഇൻസ്പിരോ 2K25 എക്സിബിഷൻ ഒരു വലിയ വിജയമായിരുന്നു. അക്ഷരങ്ങളിൽ തുടങ്ങി ഭാഷ, ഗണിതം, ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം, കൃഷി, ആരോഗ്യം മുതലായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി കുട്ടികൾ പ്രദർശിപ്പിച്ച നൂതനങ്ങളായ പ്രവർത്തനങ്ങൾ ഏവരുടെയും ശ്രദ്ധയെ ആകർഷിക്കുന്നതായിരുന്നു. ഇതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാ മാതാപിതാക്കളെയും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും അഭിനന്ദിക്കുന്നു. കുട്ടികൾക്ക് തങ്ങളുടെ കഴിവും ഓർമ്മശക്തിയും അതിലുപരി ആത്മവിശ്വാസവും വളർത്തുവാൻ ഏറെ സഹായകമായിരുന്നു ഇൻസ്പിരോ 2K25. പൂർവ്വ വിദ്യാർത്ഥി സംഗമം. സെൻറ് തോമസ് നഴ്സറി സ്കൂളിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഇവിടെ നിന്നും പഠിച്ചിറങ്ങി സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ എത്തിച്ചേർന്ന് നമ്മുടെ സ്കൂളിന് അഭിമാനമായി തീർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഡിസംബർ 8 നടത്തപ്പെടുകയുണ്ടായി. അനുമോദനം. സെൻറ് തോമസ് നഴ്സറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ സാവിയോ ഡൊമിനിക്, അൽഫോൻസ മാത്യു, അൽക്ക സാബു, അസ്മി ഫാത്തിമ എന്നിവർ കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഫുൾ A+ഓടെ മികച്ച വിജയം കൈവരിച്ചു. ഇവരെ 4 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയും തുടർന്നും എല്ലാ ദൈവാനുഗ്രഹങ്ങളും വിജയങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ വാർഷിക ആഘോഷവേളയിൽ മെമൻറ്റോ നൽകി ആദരിക്കുകയും ചെയ്യുന്നു. അനുസ്മരണം. DST സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപക പിതാവായ പെരിയ ബഹുമാനപ്പെട്ട ജേക്കബ് താഴത്തേൽ അച്ഛനെയും DSTയുടെ ഒരു ശാഖാഭവനവും ഒരു നഴ്സറി സ്കൂളും ഇവിടെ ആരംഭിക്കാൻ അവസരം നൽകിയ സ്രാമ്പിക്കൽ ശ്രീ SJ ആഗസ്തി ചേട്ടനെയും ഏറെ നന്ദിയോടെ അനുസ്മരിക്കുകയും ആ പുണ്യാത്മാക്കളുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കൂപ്പുകരങ്ങളോടെ ശിരസ് നമിക്കുകയും ചെയ്യുന്നു. നന്ദിയുടെ ഒരു വാക്ക്. DST സന്യാസിനി സമൂഹത്തിൻ്റെ സാന്തോം പ്രൊവിൻസ് സാരഥിയായിരുന്നുകൊണ്ട് പ്രാർത്ഥനയാലും വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കുവാനും ഊർജ്ജസ്വലമാക്കുവാനും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻഡ് സിസ്റ്റർ ആഗ്നറ്റ് DSTയുടെ മഹനീയ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരികയും കുഞ്ഞുങ്ങളെ സന്ദർശിച്ച് അവർക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് കുട്ടികൾക്ക് സന്തോഷകരമായ അനുഭവമാണ്. ഈ ജൂബിലി ആഘോഷവേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നമുക്കായി അനുഗ്രഹ പ്രഭാഷണം നൽകുന്ന കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവിന് ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയുടെ ഇടയൻ എന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന അഭിവന്യ പിതാവ് രൂപതാംഗങ്ങളുടെ മാത്രമല്ല നാനാജാതി മതസ്ഥരുടെയും ഉന്നമനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ്. മലയോര കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി ധീരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് വ്യക്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന അഭിവന്യ പിതാവിൻ്റെ സാമൂഹ്യ പ്രബുദ്ധതയെ ഏറെ നന്ദിയോടെ ഞങ്ങൾ ശ്ലാഘിക്കുന്നു. സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയും ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും ഈടുറ്റ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്യ പുളിക്കൽ പിതാവിൻ്റെ ഈ മഹനീയ സാന്നിധ്യത്തെ ആദരവോടെ ഞങ്ങൾ കാണുകയും നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. സുവർണ ജൂബിലി സമാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലം MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലിനും ഹൃദ്യമായ നന്ദി. ഏറെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരുവാനും ഈ കൊച്ചു നഴ്സറിയുടെ ജൂബിലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാനും അങ്ങ് കാണിച്ച വലിയ മനസ്സിന് ഏറെ നന്ദി. ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK ശശികുമാർ, പാലമ്പ്ര ഗത്സമൻ പള്ളി വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ ജിയോ കണ്ണൻകുളം CMI, പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു മോഹനൻ, കാരികുളം ഫാത്തിമ മാതാ പള്ളി വികാരി റവറൻഡ് ഫാദർ ജോസ് കാരിമറ്റം, പാലമ്പ്ര അസംഷൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഷിനോജ് ജോസഫ്, സെൻറ് തോമസ് നഴ്സറി സ്കൂൾ മാനേജർ റവറൻഡ് സിസ്റ്റർ സ്മിത DST, നമ്മുടെ സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ തോമസ് കുട്ടി ജോസ് എന്നിവർക്കും ഏറ്റവും ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു.
സെൻറ് തോമസ് നഴ്സറി സ്കൂളിൻ്റെ ഈ വർഷത്തെ PTA പ്രസിഡൻറ്റും ഈ സുവർണ ജൂബിലി ആഘോഷ ദിനത്തിൽ സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ശ്രീ സിജോ സക്കറിയ മുളപ്പറമ്പിലിനും കൃതജ്ഞതയർപ്പിക്കുന്ന MPTA മെമ്പർ ശ്രീ ജോസ്മി ജോജോയ്ക്കും സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന PTA കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തർക്കും നന്ദി. അസംഷൻ ഹൈസ്കൂൾ ഓഡിറ്റോറിയം ഞങ്ങൾക്ക് വിട്ടുതരികയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്ത സ്കൂൾ മാനേജർ ബഹുമാനപ്പെട്ട ജിയോ കണ്ണകുളം അച്ഛനും ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ഷിനോജ് സാറിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 2 ദിവസമായി ഞങ്ങളോടൊപ്പം നിന്ന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ സ്റ്റാഫ് അംഗങ്ങൾക്കും നന്ദി. നഴ്സറി സ്കൂളിൻ്റെ ഉന്നമനത്തിനായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും സഹായങ്ങളും നൽകി സഹായിക്കുകയും ചെയ്യുന്ന സ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ സ്മിതയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ സഹോദരി സിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി. ഒരു അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ നൽകി ഓരോ കുഞ്ഞിനെയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന ജിനി ടീച്ചറിനും അഞ്ജു ടീച്ചറിനും ഹിന്ദി ഭാഷയുടെ ബാലപാഠങ്ങൾ ഇളം മനസ്സുകളിൽ പഠിപ്പിച്ചു നൽകുന്ന സിസ്റ്റർ ഗ്രേസിക്കും നടനകലയിലൂടെ ആദ്യമായി പിഞ്ചുപാദങ്ങളെ വേദിയിലെത്തിക്കുന്ന അജിത ടീച്ചറിനും ഏറ്റവും ആത്മാർത്ഥമായ നന്ദി. സെൻറ് തോമസ് നഴ്സറി സ്കൂളിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് തുടർന്ന് വിദ്യയുടെ വിവിധ പടവുകൾ വിജയകരമായി ചവിട്ടിക്കയറി ഇന്ന് ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഇവിടെ സന്നിഹിതരാണ്. ഇന്നും തങ്ങളുടെ വിദ്യാലയത്തോടുള്ള സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നവരും മറ്റു പലവിധ കാരണങ്ങളാൽ വരാൻ സാധിക്കാത്തവരുമായ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും അതുപോലെ ഇന്ന് ഞങ്ങൾക്കായി കരുതിയിരിക്കുന്ന മനോഹരമായ കലാവിരുന്നിനും ഏറെ സ്നേഹത്തോടെ നന്ദി. തങ്ങളുടെ പിഞ്ചോമനകളുടെ കലാപ്രകടനങ്ങളെ കണ്ട് ആസ്വദിക്കുന്നതിനായി എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്ന സഹൃദരായ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. അവസാനമായി ഈ അധ്യയന വർഷത്തിൽ നാളിതുവരെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച സർവശക്തനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സഹൃദയ സമക്ഷം സമർപ്പിക്കുന്നു.